കരിപ്പൂർ വിമാനത്താവളത്തിൽ MDMA പിടികൂടിയ സംഭവത്തിൽ പോലീസുകാരനെതിരെ അന്വേഷണം. ലഹരി സംഘത്തെ സഹായിച്ചുവെന്ന് സംശയിച്ചാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുന്നത്. 2 കിലോ MDMAയുമായി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഹാരിസിനെ കഴിഞ്ഞ ദിവസമാണ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത്. പോലീസ് ഉദ്യോഗസ്ഥനും DRI സംഘവുമായുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ജംഷീർ കോടഞ്ഞെ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, എന്താണ് സംഭവം? പോലീസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പോലീസുകാരനെതിരെ ഉണ്ടാകുന്ന അന്വേഷണത്തെക്കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? അതായത് ഇത് കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്ന് വന്ന യാത്രക്കാരിൽ നിന്ന് ആണ് MDMA പിടികൂടിയത്. അതായത് 1.5 കോടി രൂപയുടെ 2 കിലോയോളം MDMA പിടികൂടിയിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഹാരിസിനെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇന്റലിജൻസ് സംഘം പിടികൂടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ ഹാരിസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസുകാരൻ, അതായത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ലഹരി സംഘത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് DRI സംഘം ഈ ഉദ്യോഗസ്ഥനെ പിടികൂടാൻ പോകുന്നതും. ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് പരിസരത്തുള്ള എക്സ്പോസ്റ്റ് പരിസരത്ത് വെച്ച് ഇവർ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം ഇയാൾ പോലീസുകാരൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോൺ സമീപത്തെ കാട്ടിലേക്ക് വലിച്ചെറിയുന്നതും പിന്നീട് ഇവർ തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാകുകയും അങ്ങനെ കീഴ്പ്പെടുത്തി ഈ ഹെഡ് പോസ്റ്റിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഇതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് നോട്ടീസ് നൽകി ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു സൂര്യ എന്ന സ്ത്രീ കരിപ്പൂരിൽ പിടിയിലായിരുന്നു. ഇവർക്കും ഈ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കരിപ്പൂരിൽ നേരത്തെ പിടികൂടിയിട്ടുള്ള ഈ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിലവിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന വിശദീകരണം. ഇവർ ചോദ്യം ചെയ്തതിനപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന വിവരം. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ DRI ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ പോലീസുകാരനെതിരെ പോലീസിലെ ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.